ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് പോയിന്റ്സ് ആണ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് രണ്ട് പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് പാസ്കൽസ് ലോ, രണ്ടാമത്തത് ബെർണോളിസ് തിയറം. ആദ്യം നമുക്ക് എന്താണ് പാസ്കൽസ് ലോ എന്ന് പഠിക്കാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: whenever external pressure is applied on any part of a fluid contained in a vessel, it is transmitted undiminished and equally in all directions. അതായത് ഒരു വെസലിൽ എടുത്തിരിക്കുന്ന ഒരു ലിക്വിഡ്, അതായത് എൻക്ലോസ്ഡ് ലിക്വിഡ്, ഓക്കെ, അങ്ങനെയുള്ള ഒരു എൻക്ലോസ്ഡ് ലിക്വിഡിൻ്റെ ഏതൊരു ഭാഗത്ത് നിങ്ങൾ ഒരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്താലും ആ പ്രഷർ ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യപ്പെടും? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. എങ്ങനെ? യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ലാത്ത രീതിയിൽ അൺഡിമിനിഷ്ഡ് ആയിട്ട് എല്ലാ ഡയറക്ഷനും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് പാസ്കൽസ് ലോ. അല്ലെങ്കിൽ അത് നമുക്ക് മറ്റൊരു രീതിയിലും പറയാം: ദ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് ദ സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇഫ് ദേ ആർ അറ്റ് ദ സെയിം ഹൊറിസോണ്ടൽ ലെവൽ. അതായത് ഒരു ഫ്ലൂയിഡ് റെസ്റ്റിലാണ് എങ്കിൽ, അതായത് നിശ്ചലാവസ്ഥയിലാണ് എങ്കിൽ, ആ നിശ്ചലാവസ്ഥയിലുള്ള ഫ്ലൂയിഡിൽ ഉള്ള പ്രഷർ എങ്ങനെയായിരിക്കും? ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ, ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ ഉള്ള എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? ദ പ്രഷർ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് ദ സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇഫ് ദേ ആർ അറ്റ് ദ സെയിം ഹൊറിസോണ്ടൽ ലെവൽ. ഹൊറിസോണ്ടൽ ലെവലിലുള്ള എല്ലാ പോയിന്റിലും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ? ആ ഫ്ലൂയിഡ് എന്തിലാണെങ്കിൽ? റെസ്റ്റിലാണെങ്കിൽ. ഇതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ ഒരു കണ്ടെയ്നറിൽ ഒരു ലിക്വിഡ് എടുക്കൂ. ഓക്കെ, ഇതൊരു കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നറിൽ ഞാനൊരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ലിക്വിഡാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പിസ്റ്റൺ വെച്ച് അടച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ, ഈ കണ്ടെയ്നറിൽ നിന്ന് ഒരു പിസ്റ്റൺ വെച്ച് അടച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? ഇപ്പം ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഇത് എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ എ എന്ന പോയിന്റിലും ഒരു പ്രഷറുണ്ട്, ബി എന്ന പോയിന്റിലും എന്തുണ്ട്? ഒരു പ്രഷറുണ്ട്. മനസ്സിലായില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഞാൻ ഈ ലിക്വിഡിലേക്ക് ഒരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെയുള്ള പ്രഷർ ഡെൽറ്റ പി ഇൻക്രീസ് ചെയ്തു. അതായത് സർഫസിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു പ്രഷർ അപ്ലൈ ചെയ്തു. മനസ്സിലായില്ലേ? എത്ര പ്രഷർ ഇൻക്രീസ് ചെയ്തു? ഡെൽറ്റ പി പ്രഷർ എന്ത് ചെയ്തു? എക്സ്റ്റേണലായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ എന്ന പോയിന്റിലുള്ള പ്രഷർ ആദ്യത്തെ പ്രഷറാണോ? അല്ല. ബി എന്ന പോയിന്റിലും ആദ്യത്തെ പ്രഷറാണോ? അല്ല. ഓക്കെ, ആദ്യമുള്ള പ്രഷറിനേക്കാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് എ എന്ന പോയിന്റിലുള്ള ഇൻക്രീസ് ഇൻ പ്രഷർ എത്രയാണെന്ന് ചോദിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇൻക്രീസ് ഇൻ പ്രഷർ അറ്റ് എ, പ്രഷർ അറ്റ് എ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ എത്ര പ്രഷറാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഡെൽറ്റ പി ആണ്. അതേ പ്രഷർ തന്നെയായിരിക്കും ആ പോയിന്റിൽ എത്തുന്നത്. ആ പോയിന്റിലുള്ള പ്രഷർ എത്രയായിരിക്കും? ഡെൽറ്റ പി ആയിരിക്കും. ഇൻക്രീസ് ഇൻ പ്രഷർ എത്രയായിരിക്കും? ഡെൽറ്റ പി ആയിരിക്കും. അതുപോലെ വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ പ്രഷർ അറ്റ് പി എന്നാണ് ചോദിച്ചത്, അറ്റ് ബി എന്നാണ് ചോദിച്ചതെങ്കിലോ അതും എത്ര തന്നെയാണ്? ഡെൽറ്റ പി തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്ത്? വെൻ എൻ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻ എ വെസൽ, അതായത് എൻക്ലോസ്ഡ് ഫ്ലൂയിഡിന്റെ കേസിൽ നിങ്ങൾ എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. എന്ന് പറഞ്ഞാൽ ഈ എ എന്ന പോയിന്റിൽ ആദ്യം ഒരു പ്രഷർ ഉണ്ടായിരുന്നു, ബി എന്ന പോയിന്റിലും ആദ്യം ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു എക്സ്ട്രാ പ്രഷർ നിങ്ങൾ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. ഒരു എക്സ്റ്റേണൽ പ്രഷർ നിങ്ങൾ അപ്ലൈ ചെയ്തു. ഓക്കെ, എത്ര പ്രഷറാണ് അപ്ലൈ ചെയ്തത്? നിങ്ങൾ ഡെൽറ്റ പി പ്രഷർ നിങ്ങൾ അപ്ലൈ ചെയ്തു. മനസ്സിലായില്ല? അങ്ങനെയാണെങ്കിൽ എ എന്ന പോയിന്റിൽ ആദ്യമുള്ള പ്രഷർ എത്രയാണോ അതിനേക്കാൾ പ്രഷർ എന്ത് ചെയ്യും? കൂടും. എത്ര കൂടിയിട്ടുണ്ടാവും? നിങ്ങൾ എത്രയാണ് അപ്ലൈ ചെയ്തത്? ഡെൽറ്റ പി, അത്രയും പ്രഷർ അവിടെ കൂടിയിട്ടുണ്ടാവും. അതുപോലെ ബി എന്ന പോയിന്റിലും എന്താണ് ഉള്ള പ്രഷർ എത്രയാണെന്ന് ചോദിച്ചാൽ, അതായത് ഇൻക്രീസ് ഇൻ പ്രഷർ എത്രയാണെന്ന് ചോദിച്ചാൽ അതും എത്ര തന്നെയാണ്? ഡെൽറ്റ പി തന്നെയാണ്. അതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഒരു കണ്ടെയ്നറിൽ ലിക്വിഡ് എടുക്കുന്നു. ഓക്കെ, ഇതാണ് ലിക്വിഡ് എന്ന് വിചാരിക്കും. ഇത് ലിക്വിഡാണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പോയിന്റിൽ, അതായത് നിങ്ങൾ ഈ കണ്ടെയ്നറിന്റെ ലിക്വിഡിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഹൊറിസോണ്ടൽ ലെവൽ എടുക്കുന്നു. ഇതാ ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അതായത് ഒരേ എന്താണ്? സെയിം ഹൊറിസോണ്ടൽ ലെവലിലാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് മാർക്ക് ചെയ്തു എ, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ബി. മനസ്സിലായില്ലേ? ഈ രണ്ട് പോയിന്റുകളും എന്താണ്? ഒരേ ഹൊറിസോണ്ടൽ ലെവലിലുള്ള പോയിന്റ് ആണ്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം എയിലുള്ള പ്രഷർ എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് പി എ ആണ്, ബിയിലുള്ള പ്രഷർ എത്രയാണെന്ന് ചോദിച്ചാൽ അത് പി ബി ആണ്. പക്ഷെ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. because that 2 points are in the same horizontal level inside a liquid at rest. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവിടെയുള്ള പ്രഷർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് പാസ്കൽസ് ലോ. മനസ്സിലായല്ലോ? ഇനി ഈ പാസ്കൽസ് ലോയിൻ്റെ അപ്ലിക്കേഷൻ ചോദിക്കും. ഇതിന് 2 അപ്ലിക്കേഷൻസ് നമുക്ക് പറയാം. ഒന്ന് ഹൈഡ്രോളിക് ലിഫ്റ്റ്, രണ്ടാമത് ഹൈഡ്രോളിക് ബ്രേക്ക്. ഇതിൻ്റെ എല്ലാം വർക്കിംഗ് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട്, ഏത് ലോയിനെ ബേസ് ചെയ്തിട്ടാണ്? പാസ്കൽസ് ലോയിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് പാസ്കൽസ് ലോ എന്ന് ചോദിച്ചാൽ ഒന്ന് ഹൈഡ്രോളിക് ലിഫ്റ്റ്, രണ്ടാമത്തത് എന്താണ്? ഹൈഡ്രോളിക് ബ്രേക്ക്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഹൈഡ്രോളിക് ലിഫ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണ് പാസ്കൽസ് ലോ എന്താണ് അപ്ലൈ ചെയ്യപ്പെടുന്നത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് നോക്കാം. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ ഇതിൽ വാഹനങ്ങളൊക്കെ സർവീസ് ചെയ്യുന്ന സർവീസ് സ്റ്റേഷനിൽ കാണുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണിത്. ഇവിടെയുള്ള കേസിൽ നമുക്കൊരു വാഹനത്തെ ഉയർത്തണമെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങളെ ഉയർത്താം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു കണ്ടെയ്നറാണ്. ഓക്കെ, ഈ കണ്ടെയ്നർ 2 സിലിണ്ടർ ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ സിലിണ്ടർ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സിലിണ്ടർ, ഇത് രണ്ടാമത്തെ സിലിണ്ടർ ആണ്. ഓക്കെ, ആ 2 സിലിണ്ടറും പരസ്പരം എന്താണ്? കണക്റ്റഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എ ലിക്വിഡ്. ഓക്കെ, ഇത് ലിക്വിഡ് ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് എന്നിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു പിസ്റ്റൺ ആണ്. ഓക്കെ, ഈ പിസ്റ്റന്റെ ഏരിയ എത്രയാണ്? A1 ആണ്. അതുപോലെ ഇവിടെ വേറൊരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റന്റെ ഏരിയ എത്രയാണ്? A2 ആണ്. മനസ്സിലായില്ലേ? ഇനി ഈ 2 ഏരിയാസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഏത് ഏരിയ ആണ് കൂടുതൽ? A2 ആണ് കൂടുതൽ. അപ്പോൾ ഇവിടെയുള്ള കേസ് നിങ്ങൾക്ക് മനസ്സിലായാം A2 ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? A1. അതായത് വെഹിക്കിൾ ഉയർത്തുന്ന ഭാഗമുണ്ടല്ലോ. ഓക്കെ, അവിടെയുള്ള പിസ്റ്റന്റെ ഏരിയ എന്താണ്? കൂടുതലാണ്. മനസ്സിലായോ? ഇനി അത് ഉയർത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. മനസ്സിലായോ? ആ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒന്നാമത്തെ പിസ്റ്റനിലാണ്. ഓക്കെ, ഒന്നാമത്തെ പിസ്റ്റനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? F1 ആണ്. മനസ്സിലായോ? ഈ F1 ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു. അങ്ങനെ F1 ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആ ഫോഴ്സ് കാരണം ഈ ലിക്വിഡിൻ്റെ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ പ്രഷർ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഇൻക്രീസ് ഇൻ പ്രഷർ എത്രയാണെന്ന് ചോദിച്ചാൽ, അതായത് എവിടെയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത്? സ്മോളർ പിസ്റ്റൺ. അപ്പോൾ സ്മോളർ പിസ്റ്റണിൽ ഉണ്ടാവുന്ന പ്രഷർ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് F1 ഫോഴ്സ് എവിടെയാണ്? ഏത് ഏരിയയിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? A1 ഏരിയയിലാണ്. അതുകൊണ്ട് അവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് P എന്നെടുക്കാം. സോ ദാറ്റ് P ഈസ് ഈക്വൽ ടു F1 ഡിവൈഡ് ബൈ A1. ഇതാണ് സ്മോളർ പിസ്റ്റണിൽ ഉള്ള പ്രഷർ. എന്ത് കാരണം? നിങ്ങൾ F1 ഫോഴ്സ് അപ്ലൈ ചെയ്തത് കാരണം. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഏരിയ ഏതാണ്? A1 ആണ്. അതുകൊണ്ട് ഉള്ള പ്രഷർ എത്രയാണ്? P. ഇതാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ പ്രഷർ. മനസ്സിലായില്ലേ? ഇനി നമുക്കറിയാം പാസ്കൽസ് ലോ പ്രകാരം നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെയുള്ള പ്രഷറാണ് P എന്ന് പറയുന്നത്. അതായത് ഇവിടെയുള്ള പ്രഷറാണ് P എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇതേ പ്രഷർ, അതായത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ പ്രഷറാണ്. ഈ പ്രഷർ എന്ത് ചെയ്യപ്പെടുന്ന പറയുന്നത്? ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ആൻഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ ലിക്വിഡിൻ്റെ ഏത് പോയിന്റ് എടുത്താലും, ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിലുള്ള ഇൻക്രീസ് ഇൻ പ്രഷർ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത പ്രഷർ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ പോയിന്റിൽ എത്രയാണ്? P തന്നെയായിരിക്കും. ഓക്കെ, ഇതേ പ്രഷർ തന്നെ ഇതിൻ്റെ എല്ലാ പോയിന്റിലും എന്ത് ചെയ്യപ്പെടുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ പോയിന്റിലുള്ള എന്താണ് അപ്ലൈഡ് പ്രഷർ അല്ലെങ്കിൽ എന്താണ് ഇൻക്രീസ് ഇൻ പ്രഷർ എത്രയാണ്? P ആണ്. അതുപോലെ ഈ പോയിന്റിലുള്ള ഇൻക്രീസ് ഇൻ പ്രഷർ എത്ര തന്നെയാണ്? P തന്നെയാണ്. അപ്പോൾ ഇതേ പ്രഷർ, അതായത് സ്മോൾ പിസ്റ്റന്റെ എന്താണ് അടുത്തുള്ള ലിക്വിഡിലെ പ്രഷർ P ആണ്. അത് തന്നെ എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു? അതായത് ലാർജർ പിസ്റ്റണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട്? പാസ്കൽസ് ലോ. സോ വി ക്യാൻ സേ ദാറ്റ് അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ദിസ് പ്രഷർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ലാർജർ പിസ്റ്റൺ. ഈ ലാർജർ പിസ്റ്റണിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഈ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട ഈ പ്രഷർ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പ്രഷർ എവിടെ അപ്ലൈ ചെയ്യുന്നത്? ഈ A2 എന്ന് പറയുന്ന ഈ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് F2 എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ സ്മോളർ പിസ്റ്റണിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് കാരണം എന്തുണ്ടായി? ഒരു ഇൻക്രീസ് ഇൻ പ്രഷർ ഉണ്ടായി. ഓക്കെ, ആ ഇൻക്രീസ് ഇൻ പ്രഷർ പാസ്കൽസ് ലോ പ്രകാരം ആ ഫ്ലൂയിഡിൻ്റെ, ഇതൊരു എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് ആണ്, റെസ്റ്റിലുള്ള ഫ്ലൂയിഡ് ആണ്. ആ റെസ്റ്റിലുള്ള ഫ്ലൂയിഡിലെ എല്ലാ പോയിന്റിലും എന്ത് ചെയ്യപ്പെടുന്നു? അൺഡിമിനിഷ്ഡ് ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. അതേ പ്രഷർ തന്നെ എവിടെയും എത്തുന്നു? ലാർജർ പിസ്റ്റണിലും എത്തുന്നു. ഓക്കെ, ആ ലാർജർ പിസ്റ്റണിൽ
പിസ്റ്റണിനടുത്ത് ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് പി എന്ന് പറയുന്നത്. ആ പ്രഷർ കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. എവിടെ? ആ ലാർജർ പിസ്റ്റണിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു? ആക്ട് ചെയ്യപ്പെടുന്നു. അതാണ് ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? F2 എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രഷർ ഓൺ ദ ലാർജർ പിസ്റ്റൺ എന്ന് ചോദിച്ചാലും എത്ര തന്നെയാണ്? പി തന്നെയാണ് അല്ലേ? കാരണം അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ലാർജർ പിസ്റ്റണിലുള്ള പ്രഷർ എത്രയാണെന്ന് ചോദിച്ചാലും എത്ര തന്നെയാണ്? പി തന്നെയാണ്. അത് എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? F1/A1 ആണ്. അതെന്ത് ചെയ്യുന്നു? ആ ലാർജർ പിസ്റ്റണിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു അപ്വേർഡ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? എക്സേർട്ട് ചെയ്യുന്നു. ആ ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ ഫോഴ്സ് F2 ആണ്. ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ് അല്ലേ? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെയുള്ള കേസിൽ ഫോഴ്സ് എത്രയാണ്? F2 ആണ്. F2 ഈസ് ഈക്വൽ ടു പ്രഷർ. ആ ലാർജർ പിസ്റ്റണിലുള്ള പ്രഷർ എത്രയാണ്? പി തന്നെയാണ്. ആ ലാർജർ പിസ്റ്റണിന്റെ ഏരിയ എത്രയാണ്? A2 ആണ്. സോ പി ഇൻറ്റു A2 എന്ന് എഴുതാം. അവിടെ പി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ പ്രഷർ, ദാറ്റ് ഈസ് പി, ദാറ്റ് ഈസ് ഈക്വൽ ടു F1/A1 ആണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് F1/A1. സോ ദ ഇക്വേഷൻ ഈസ് വാട്ട്? F1/A1 ഇൻറ്റു A2. ഇതാണ് എവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്? ലാർജർ പിസ്റ്റണിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി ഈ ഫോഴ്സ് ആണ് എന്തിനെ ഉയർത്താൻ വേണ്ടി സഹായിക്കുന്നത്? ഈ ഫോഴ്സ് ആണ് ഈ വെഹിക്കിളിനെ ഉയർത്താൻ വേണ്ടി സഹായിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് പറയാം ഈ വെഹിക്കിളിൻ്റെ വെയിറ്റ്, ഇതിൻ്റെ മാസ് എം ആണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ വെയിറ്റ് mg ആണ്. ഓക്കെ, ഈ mgക്ക് ഈക്വൽ ആയിരിക്കും എന്ത്? ഈ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഉയർത്താൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഫോഴ്സ് F2 ഈസ് ആക്ച്വലി വാട്ട്? ദ വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ mg ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? F1/A1 ഇൻറ്റു A2. മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. F2 ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു വാട്ട്? A2/A1 ആണ്. ശരിയല്ലേ? നമുക്കറിയാം A2 ഈസ് ഗ്രേറ്റർ ദൻ എന്താണ്? A1 ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം F2 ഈസ് ഗ്രേറ്റർ ദൻ എന്താണ്? F1 ആണ്. അതായത് നിങ്ങൾ ചെറിയൊരു ഫോഴ്സ് എവിടെ അപ്ലൈ ചെയ്താൽ മതി? ഈ സ്മോളർ പിസ്റ്റണിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അത് ബിഗർ പിസ്റ്റണിൽ എന്തായി മാറുന്നു? ഓക്കെ, ഇൻക്രീസ് ചെയ്യുന്നു. എത്ര മടങ്ങ് ഇൻക്രീസ് ചെയ്യുന്നു? A2/A1 ടൈംസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക A1 എന്ന് പറയുന്ന ഏരിയ എത്രയാണ്? ഒരു 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കൂ. A2 എന്ന് പറയുന്ന ഏരിയ എന്താണ്? 10 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കൂ. മനസ്സിലായില്ലേ? ആൻഡ് ദ ഫോഴ്സ് അപ്ലൈഡ് അറ്റ് ദ സ്മോളർ പിസ്റ്റൺ ഈസ് വാട്ട്? 10 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് F2 എന്ന് ചോദിച്ചാൽ നമുക്കറിയാം F2 ഈസ് ഈക്വൽ ടു F1 ഇൻറ്റു F1 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു A2 എത്രയാണ്? 10 ഡിവൈഡ് ബൈ A1 എത്രയാണ്? 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 10 ഇൻറ്റു 10⁻⁻² എന്ത് വരും? ഓൾ സ്ക്വയർ എന്ന് വരും. ഈ 10ഉം ഈ 10ഉം ക്യാൻസൽ ചെയ്തു. സോ ഇറ്റ് ഈസ് 10 ഇൻറ്റു 10⁻⁻4 മുകളിലേക്ക് പോകുമ്പോൾ 10⁻4 ആയി മാറി അല്ലേ? എന്ന് പറഞ്ഞാൽ F2 എന്ന് പറയുന്നത് എത്രയാണ്? 10�5 ന്യൂട്ടൺ ആണ്. 10�5 ന്യൂട്ടൺ. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? ഇവിടെയുള്ള ഫോഴ്സ് എത്രയായി മാറി? 10⁵ ആയി മാറി. എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് കൂടി? 10⁴ ടൈംസ് കൂടി. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിനെ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്കിനെ നിങ്ങൾ എന്ത് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് ഫോഴ്സ് മൾട്ടിപ്ലയർ എന്ന് വിളിക്കും. മനസ്സിലായോ? സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അബൌട്ട് പാസ്കൽസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ദ നെക്സ്റ്റ് വൺ ഈസ് ബെർണോളിസ് തിയറം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഈ ബെർണോളിസ് തിയറം എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ്. അത് മനസ്സിലാക്കുക ആദ്യം. ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇറ്റ് ഈസ് വാട്ട്? ആക്ച്വലി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താണ് ബെർണോളിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നോക്കാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. It states that in case of an ideal fluid in streamline flow, the total energy is conserved. എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ ഫ്ലൂയിഡ്, ഓക്കെ, ഒരു ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫ്ലൂയിഡ് വിച്ച് ഈസ് ഇൻകംപ്രസിബിൾ. എങ്ങനെയുള്ള ഫ്ലൂയിഡ് ആയിരിക്കണം? ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കണം. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, ഓക്കെ, ആൻഡ് നോൺ വിസ്കസ് അതുപോലെ തന്നെ ഇൻകംപ്രസിബിൾ. ഈ പ്രോപ്പർട്ടി ഉള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഐഡിയൽ ഫ്ലൂയിഡ് എന്ത് ഫ്ലോയിലാണ്? ഇറ്റ് ഈസ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ. ഓക്കെ, അങ്ങനെ സ്ട്രീം ലൈൻ ഫ്ലോയിലുള്ള ഒരു ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ അതിൻ്റെ ടോട്ടൽ എനർജി എല്ലായ്പ്പോഴും എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. സോ ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബെർണോളിസ് തിയറം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, ഇറ്റ് ഈസ് ഓൾസോ സ്റ്റേറ്റഡ് ആസ്
the sum of kinetic energy per unit volume, potential energy per unit volume and pressure energy per unit volume is a constant. Okay, actually total energy എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ എന്താണ് എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. ഫ്ലൂയിഡിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അവിടെ കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതുപോലെ തന്നെ പ്രഷർ എനർജി ഉണ്ട്. അതുകൊണ്ട് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് എന്താണ് പ്രഷർ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ഇതാണ് ടോട്ടൽ എനർജി കൺസേർവ്ഡ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡിൻ്റെ കേസ്. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ എല്ലാം യൂണിറ്റ് വോളിയം എടുക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇൻ ദ കേസ് ഓഫ് എൻ ഐഡിയൽ ഫ്ലൂയിഡ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ ഈസ് വാട്ട് എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട് ബെർണൂളിസ് തിയറം. സോ ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതുകൊണ്ട് നമുക്കിതിനെ മാത്തമാറ്റിക്കലായിട്ട് ഇങ്ങനെ എഴുതാം: കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. എം ഈസ് ദ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് വി ഈസ് ദ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ ഈസ് ദ കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് വെച്ചാൽ എം ജി എച്ച്. ഓക്കെ, എം മാസുള്ള ഫ്ലൂയിഡ് എച്ച് ഹൈറ്റിലാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? എം ജി എച്ച് ആണ്. പ്രഷർ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ പ്രഷർ ഇൻറ്റു വോളിയം. പ്രഷറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? വോളിയം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രഷർ എനർജി കിട്ടും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ വി എന്ന് പറയുന്നത്, ഈ വി എന്ന് പറയുന്നത് സ്പീഡാണ്, ഈ വി എന്ന് പറയുന്നത് വോളിയമാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? പെർ യൂണിറ്റ് വോളിയം വേണ്ടത്. ഓക്കെ, പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോൾ ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് ഹിയർ ദിസ് ഇക്വേഷൻ ഈസ് ഡിവൈഡഡ് ബൈ വാട്ട്? വോളിയം. അങ്ങനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഹാഫ് എം വി സ്ക്വയർ. അതിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് എം ബൈ വി സ്ക്വയർ എന്ന് വരും. ഓക്കെ, എം ബൈ വി ഇൻറ്റു വി സ്ക്വയർ എന്ന് വരും. അടുത്തത് എന്താ വരിക? എം ജി എച്ച്. അതിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എം ബൈ വി ഇൻറ്റു ജി എച്ച് എന്ന് പറയും. ഓക്കെ, ആൻഡ് പി ഇൻറ്റു വി, അതിനെ വി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പി ഇൻറ്റു വി ബൈ വി എന്ന് വരും. ശരിയല്ലേ? നമുക്കറിയാം മാസ് ബൈ വോളിയം എന്താണ്? നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ മാസ് ബൈ വോളിയം എന്താണ്? ഡെൻസിറ്റി ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ എങ്ങനെ മാറി? ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് പ്ലസ് പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. So this is the equation for what? Bernoulli's theorem, and this is actually what? This is actually the total energy per എന്താണ്? യൂണിറ്റ് വോളിയം ആണ്, and that is what? A constant. ഇതാണ് ബെർണൂളിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇത് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള, വളരെയധികം സാധ്യതയുള്ള ഒരു ഭാഗമാണ് ബെർണൂളിസ് തിയറത്തിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് പ്രൂഫ് എന്ന് നോക്കാം. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ബെർണൂളിസ് തിയറം എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് ആക്ച്വലി ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. പ്രൂഫ് ഇതാണ്. ഇത് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ഫിഗർ വരക്കണം. ഓക്കെ, ആ ഫിഗർ ഇങ്ങനെയാണുള്ളത്. ഇതാണ് ബെർണൂളിസ് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിഗർ. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊരു ട്യൂബാണ്. ഓക്കെ, മനസ്സിലായി? ഇതൊരു ട്യൂബാണ്. ഈ ട്യൂബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോൺ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു ട്യൂബാണ്. ഓക്കെ, നോൺ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു ട്യൂബാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു ട്യൂബാണ് ഇവിടെയുള്ളത്. മനസ്സിലായോ? ആ ട്യൂബിൻ്റെ ഏരിയ നിങ്ങൾക്ക് കാണാം. ഇവിടെയുള്ള ഏരിയ, അതായത് ഈ പോയിന്റിലുള്ള ഏരിയ എന്ന് പറയുന്നത് A1 ആണ്. ഇവിടെയുള്ള ഏരിയ എന്ന് പറയുന്നത് A2 ആണ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി A1 ആൻഡ് ഹിയർ ദ ഏരിയ ഈസ് വാട്ട്? A2. മനസ്സിലായല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ വിചാരിക്കുന്നു ഈ പോയിന്റ്, അതായത് ഈ ട്യൂബിൻ്റെ ഈ സെൻറ്ററാണ് ഇത് ഗ്രൗണ്ട് ആണ്. ഇത് ഗ്രൗണ്ട് ലെവലാണെന്ന് വിചാരിക്കൂ. ഇത് ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഹൈറ്റ് എത്രയാണ്? H1 ആണ്. ഗ്രൗണ്ടിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഹൈറ്റ് എത്രയായിട്ട് എടുക്കുന്നു? H2 ആയിട്ട് എടുക്കുന്നു. മനസ്സിലായില്ലേ? ഇനി ഈ ലിക്വിഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നു. ഇവിടുന്ന് അത് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി V1 ആണ്. ഇവിടെ എത്തുമ്പോൾ അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി V2 ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറയുന്ന ഈ പോയിന്റ്, അതായത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ലിക്വിഡ് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റിൽ ലിക്വിഡിൻ്റെ, അതായത് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി V1 ആണ്. ഈ പോയിന്റിൽ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എത്രയാണ്? V2 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെ പോകുന്നു. H1 ഹൈറ്റിൽ നിന്ന് H2 ഹൈറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഫ്ലൂയിഡ് എപ്പോഴാണ് ഫ്ലോ ചെയ്യുന്നത്? ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഉണ്ട്. എന്താണ്? പ്രഷർ ഡിഫറൻസ് വേണം.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്കറിയാം കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് നമുക്കറിയാം. കറണ്ട് ഫ്ലോസ് ഓൺലി വെൻ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഹീറ്റ് കറണ്ട് എപ്പോഴുണ്ടാവും, ഹീറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഹയർ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ലോവർ ടെമ്പറേച്ചർ റീജിയനിലേക്കാണ് ഹീറ്റ് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ഹീറ്റ് ഫ്ലോയിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത്, ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. അതുപോലെ ഫ്ലൂയിഡ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എന്ത് ചെയ്യണമെങ്കിൽ ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, പ്രഷർ ഡിഫറൻസ് വേണം. എന്ത് വേണം, പ്രഷർ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്, പ്രഷർ ഡിഫറൻസ് ആവശ്യമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഈ പോയിന്റിലുള്ള പ്രഷർ P1 ആണ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി P1. അതുപോലെ ഈ പോയിന്റിലുള്ള പ്രഷർ എത്രയാണ്, P2 ആണ്. ദിസ് പ്രഷർ ഈസ് വാട്ട്, P2. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ പോയിന്റിലുള്ള പ്രഷർ P1 ആണ്, ഈ പോയിന്റിലുള്ള പ്രഷർ എന്താണ്, P2 ആണ്. ഈ പ്രഷർ ഡിഫറൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫ്ലൂയിഡ് ഈ പോയിന്റ്, അതായത് ഈ ഒന്നാമത്തെ പോയിന്റിൽ നിന്ന്, ഇത് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എടുക്കുക, ഈ ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ഈ രണ്ടാമത്തെ പോയിന്റിലേക്ക് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യാൻ കാരണം എന്താണ്, പ്രഷർ ഡിഫറൻസ് ആണ്. മനസ്സിലായില്ലേ? ഇനി നമുക്കറിയാം, നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഇതൊരു ഗ്രൗണ്ടിൽ ഒരു ബോൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ബോള് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, എപ്പോഴാണ് മൂവ് ചെയ്യുക, വെറുതെ അങ്ങ് മൂവ് ചെയ്യോ? ഇല്ല. നിങ്ങൾക്കറിയാം ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും ഇവിടെ എന്തുണ്ടായി, വർക്ക് ചെയ്തു. ആര് വർക്ക് ചെയ്തു, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. ദാറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ദാറ്റ് ഈസ് എഫ് എസ് കോസ് തീറ്റ എന്നെല്ലാം പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കേസിൽ ഈ ഫ്ലൂയിഡ് എയിൽ നിന്ന് ബിയിലേക്ക് അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന പോയിന്റ് നിന്ന് 2 എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ കാരണം എന്താണ്, പ്രഷർ ഡിഫറൻസ് ആണ്. എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് എന്ത് ചെയ്യുന്നു, ഒരു വർക്ക് ചെയ്യുന്നു. ഈ പ്രഷർ ഡിഫറൻസ് ചെയ്യുന്ന വർക്ക് കാരണമാണ് അത് 1 എന്ന പോയിന്റിൽ നിന്ന് 2 എന്ന പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യാൻ കാരണം. മനസ്സിലായോ ഐഡിയ? ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചത്, അത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി V1 എന്ന വെലോസിറ്റിയിൽ നിന്ന് V2 എന്ന വെലോസിറ്റിയായി മാറി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യപ്പെട്ടു, കൈനറ്റിക് എനർജി എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. അതായത് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തു. കാരണം എന്താണ്, പ്രഷർ ഡിഫറൻസ് വർക്ക് ചെയ്യുന്നു, അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. അതുകൊണ്ട് അതിൻ്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലായി? അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഈ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത് H1 ഹൈറ്റിൽ നിന്ന് H2 ഹൈറ്റിലേക്കാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ക്ലിയർ, H2 ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്, H1. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെയുള്ള കേസിൽ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്തത്, കാരണം പ്രഷർ ഡിഫറൻസ് ചെയ്ത വർക്ക് കാരണം ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 2 എന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്തു, ഫ്ലോ ചെയ്തു. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഈ പ്രഷർ ഡിഫറൻസ് ചെയ്യുന്ന വർക്ക് കാരണം ഇവിടെ എന്തൊക്കെ സംഭവിച്ചു, ഈ ഫ്ലൂയിഡ് 1ൽ നിന്ന് 2ലേക്ക് എന്ത് ചെയ്തു, ഫ്ലോ ചെയ്തു. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തു, പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താണ്, ആര് ചെയ്ത വർക്കാണ്, വർക്ക് ഡൺ ബൈ ദ പ്രഷർ ഡിഫറൻസ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം എന്ത്, വർക്ക് ഡൺ ബൈ പ്രഷർ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്താണ്, ദ സം ഓഫ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ആൻഡ് ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. മനസ്സിലായോ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലോജിക് ഹിയർ. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം, വർക്ക് ഡൺ ബൈ പ്രഷർ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. So that's a very important idea here. Okay, so how can you find work done by pressure difference? അപ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള പ്രഷർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലുള്ള പ്രഷർ P1 ആണ്, ഈ പോയിന്റിലുള്ള പ്രഷർ എത്രയാണ്, P2 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ P1 മൈനസ് P2. ഓക്കെ, ഇതാണ് ഇവിടെയുള്ള പ്രഷർ ഡിഫറൻസ്. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കറിയാം പ്രഷർ P1 ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്, P2. ഓക്കെ, അപ്പോൾ ഹയർ പ്രഷർ ടു ലോവർ പ്രഷർ ആണ് എന്ത് ചെയ്യുന്നത്, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. സോ ദ പ്രഷർ ഡിഫറൻസ് ഈസ് വാട്ട്, P1 മൈനസ് P2 ഇൻറ്റു വാട്ട്, വോളിയം. അല്ലേ? വോളിയം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കേസ് നിങ്ങൾ വിചാരിക്കൂ, ഇവിടുന്ന് ഇത്രയും ഭാഗത്തുള്ള ഫ്ലൂയിഡാണ് ഫ്ലോ ചെയ്തതെന്ന് വിചാരിക്കൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൂയിഡിൻ്റെ മാസ്, അതായത് ഈ ഫ്ലോ ചെയ്ത ഫ്ലൂയിഡിൻ്റെ മാസ് M ആണെന്ന് വിചാരിക്കും. ഓക്കെ, കൂടാതെ ഈ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി റോ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മാസ് ഈക്വൽ ടു എന്താണ്, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. സോ വോളിയം ഈസ് ഈക്വൽ ടു വാട്ട്, മാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ്, P1 മൈനസ് P2, ദാറ്റ് ഈസ് ദ പ്രഷർ ഡിഫറൻസ്, ഇൻറ്റു എന്താണ്, വോളിയം കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് വർക്ക് കണ്ടുപിടിക്കാൻ. ഓക്കെ, വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ഡ്യൂ ടു ഇറ്റ്സ് പ്രഷർ ഈസ് ഗിവൺ ബൈ പ്രഷർ ഇൻറ്റു വോളിയം ആണ്. അപ്പോൾ ഇവിടെയുള്ള നെറ്റ് വർക്ക് ഡൺ ബൈ ദ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പ്രഷർ ഡിഫറൻസ് ഇൻറ്റു ആ പ്രഷർ ഡിഫറൻസ് കാരണം ഫ്ലോ ചെയ്ത ലിക്വിഡിൻ്റെ വോളിയം. ആ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും,
ദാറ്റ് ഈസ് മാസ് ബൈ ഡെൻസിറ്റി. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എം ഡിവൈഡഡ് ബൈ റോ എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള വെലോസിറ്റി V1 ആണ്. ഒന്നാമത്തെ പോയിന്റിലെ വെലോസിറ്റി V1 ആണ്, രണ്ടാമത്തെ പോയിന്റിലെ വെലോസിറ്റി V2 ആണ്. ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എന്താ വരിക? ഹാഫ് ഇൻറ്റു എന്തെഴുതാം? മാസ് mv² എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് വെലോസിറ്റി ഇത്ര V2 ആണ്, സോ V2 സ്ക്വയർ മൈനസ് ഹാഫ് mv1². ശരിയല്ലേ? ദാറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി, ഫൈനൽ മൈനസ് ഇനീഷ്യൽ, പ്ലസ് ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എത്ര? ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh2 ആണ്. ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ mgh1 ആണ് വരിക, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? mgh2 മൈനസ് mgh1 എന്ന് വരും. ശരിയല്ലേ? ഇവിടെയുള്ള കേസിൽ എന്ത് ക്യാൻസൽ ചെയ്യാം? എല്ലാത്തിൽ നിന്നും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ കിട്ടുന്നത്? P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ റോ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് V2² മൈനസ് ഹാഫ് V1² പ്ലസ് gh2 മൈനസ് gh1 എന്ന് വരും. ശരിയല്ലേ? ഇതിനെ മൊത്തം റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? ദാറ്റ് ഈസ് P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? ഹാഫ് റോ V2² മൈനസ് ഹാഫ് റോ V1² പ്ലസ് റോ gh2 മൈനസ് റോ gh1 എന്ന് വരും. ശരിയല്ലേ? ഇനി 1 ഉള്ള ടേം എല്ലാം ഒരുമിച്ച് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ P1 ഉണ്ട്, ഇവിടെയുള്ള മൈനസ് ഹാഫ് റോ V1² ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, മൈനസ് റോ gh1 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താ കിട്ടുക? P1 പ്ലസ് ഹാഫ് റോ V1² പ്ലസ് റോ gh1 ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഹാഫ് റോ V2² ഇവിടെ ഉണ്ട്, ഹാഫ് റോ gh2 ഇവിടെ ഉണ്ട്. P2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മൈനസ് P2 എന്ന് പറയുന്നത് പ്ലസ് P2 ആവും. സോ P2 പ്ലസ് എന്ത് വരും? ഹാഫ് റോ V2² പ്ലസ് എന്ത് വരും? റോ gh2 എന്ന് വരും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഹിയർ. ഓക്കെ, ഇതെന്താണ്? This is pressure energy per unit volume. What is this one? This is kinetic energy per unit volume. This is what? Potential energy per unit volume. So this whole term gives what? The total energy per unit volume at the point 1. അതുപോലെ ഇവിടെ എന്താണ്? ഇതെന്താണ്? This is the total energy of the liquid at the point per unit volume at the point 2. എന്ന് പറഞ്ഞാൽ 1 എന്ന പോയിന്റ് 2 എന്ന പോയിന്റിലേക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്തിന് മാറ്റമില്ല? ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം മാറുന്നില്ല. എന്ന് പറഞ്ഞാൽ pressure energy per unit volume plus kinetic energy plus unit volume plus potential energy per unit volume is a constant. ഇതാണ് ബെർണൂളിസ് തിയറം. ഈ പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് പ്രൂഫ് ഓഫ് ബെർണൂളിസ് തിയറം. മനസ്സിലായില്ലേ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് ലിക്വിഡ് എന്ത് ചെയ്യുന്നു? H1 ഹൈറ്റിൽ നിന്ന് H2 ഹൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഫ്ലോ ചെയ്യുന്നതായിട്ടാണ്. ഇനി നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഹൊറിസോണ്ടൽ ഫ്ലോ ആണെന്ന് വിചാരിക്കുക, ഓർ ഹൊറിസോണ്ടൽ ഫ്ലോ. ഓക്കെ, ഹൊറിസോണ്ടൽ ഫ്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്യൂബ് തരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ട്യൂബ് തരുന്നു നിങ്ങൾക്ക്, ഇങ്ങനെ ഒരു പൈപ്പാണെന്ന് വിചാരിക്കും. ഈ പൈപ്പിലൂടെ എന്ത് ചെയ്യുന്നു? ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ, ദിസ് ഈസ് ദ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, ഇനി ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് എന്ന് വിചാരിക്കൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് എത്രയാണ്? H1 ദാറ്റ് ഈസ് ഈക്വൽ ടു H ആണ്. അതുപോലെ ഈ ഹൈറ്റും എത്രയാണ്? H2 ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? H തന്നെ. ഓക്കെ, ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ട്യൂബിലൂടെ ഒരേ ലെവലിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഹൊറിസോണ്ടൽ ഫ്ലോ. ഇങ്ങനെയാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ വാട്ട് ഈസ് ദ ബെർണൂളിസ് തിയറം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ബെർണൂളിസ് തിയറം എന്ന് ചോദിച്ചാൽ, ഇത് ഒന്നാമത്തെ പോയിന്റ്, ഇത് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റിലുള്ള പ്രഷർ P1 ആണ് എന്ന് വിചാരിക്കൂ. ഇവിടുന്ന് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി V1 ആണെന്ന് വിചാരിക്കൂ. ഇവിടുന്ന് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് V2 ആണെന്ന് വിചാരിക്കൂ. ഇവിടെയുള്ള പ്രഷർ P2 ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം അറ്റ് ദ പോയിന്റ് 1 P1 പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം അറ്റ് ദ പോയിന്റ് 1 ദാറ്റ് ഈസ് ഹാഫ് റോ V1² പ്ലസ് potential energy per unit volume, that is rho gh1. Okay, h1 is what here? That is h. So h is equal to, രണ്ടാമത്തെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് P2
പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോൾ ഹാഫ് റോ v2 പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഹാഫ് റോ ജി h2 ബട്ട് h2 ഈസ് അഗെയിൻ വാട്ട് h. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇവിടെയുള്ള ഈ റോ ജി എച്ചും ഈ റോ ജി എച്ചും ക്യാൻസൽ ചെയ്താൽ വാട്ട് ഈസ് ഇക്വേഷൻ? ദാറ്റ് ഈസ് P1 പ്ലസ് ഹാഫ് റോ v1 ഈസ് ഈക്വൽ ടു P2 പ്ലസ് എന്ത് വരും? ഹാഫ് റോ v2 എന്ന് വരും. ഓക്കെ, എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്തില്ല? മാറ്റമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ടേം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫ്ലോയിൻ്റെ കേസിൽ ബെർണോളിസ് ഇക്വേഷൻ ഈസ് റെഡ്യൂസ്ഡ് ഇൻ ദിസ് ഫോം, ദാറ്റ് ഈസ് P പ്ലസ് ഹാഫ് റോ v2 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതായത് പൊട്ടൻഷ്യൽ എനർജിയുടെ ടേം അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഐഡിയൽ ഫ്ലൂയിഡ് ആണ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഡെൻസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ് എന്നറിയാം. സോ ഹാഫ് ആൻഡ് റോ ഈസ് എ കോൺസ്റ്റന്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ശരിക്കും P പ്ലസ് എന്തെന്ന് എഴുതാം? kv² ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് അല്ലേ? അപ്പോൾ P പ്ലസ് kv² കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എല്ലായ്പ്പോഴും ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, ഈ ഇക്വേഷനിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇത് കോൺസ്റ്റന്റ് ആവണം. അതായത് P പ്ലസ് kv² കോൺസ്റ്റന്റ് ആവണമെങ്കിൽ ഈ V എന്ത് ചെയ്യണം? ഇത് കൂടുമ്പോൾ ഇത് എന്ത് ചെയ്യണം? കുറയണം. ശരിയല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ ബെർണൂളിസ് തിയറത്തിൻ്റെ അന്ന് എന്താ മനസ്സിലായത്? അതായത് ഒരു റീജിയനിൽ പ്രഷർ ഹയർ ആണെങ്കിൽ ആ റീജിയനിൽ വെലോസിറ്റി എന്തായിരിക്കും? ലോവർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഹയർ പ്രഷർ റീജിയൻ എടുക്കുകയാണെങ്കിൽ ആ ഹയർ പ്രഷർ റീജിയനിൽ സ്പീഡ് എന്തായിരിക്കണം? ലോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സ്പീഡ് എന്തായിരിക്കണം? ലെസ് ആയിരിക്കണം. അപ്പോൾ ലെസ് സ്പീഡ് ആയിരിക്കും, കുറവായിരിക്കും. മനസ്സിലായോ? ഇനി ലോവർ പ്രഷർ റീജിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം അവിടെയുള്ള കേസിൽ എന്തായിരിക്കും? സ്പീഡ് ഹൈ സ്പീഡ് ആയിരിക്കും. മനസ്സിലായി? ഈ ഒരു ഐഡിയയും കൂടി നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം. മനസ്സിലായല്ലോ? സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അബൌട്ട് ഹൊറിസോണ്ടൽ ഫ്ലോ ഓക്കെ ആൻഡ് ബെർണൂളിസ് തിയറം. മനസ്സിലായില്ലേ? സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ ബെർണൂളിസ് തിയറവുമായി റിലേറ്റഡ് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ അതിൻ്റെ അപ്ലിക്കേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഏതുമായി റിലേറ്റഡ് ആയിട്ട്? ബെർണൂളിസ് തിയറം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഫോക്കസ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് പാസ്കൽസ് ലോ, അപ്ലിക്കേഷൻസ് ഓഫ് പാസ്കൽസ് ലോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് Bernoulli's theorem and its derivation, and Bernoulli's theorem for what? Horizontal flow. And from that we got an important idea, that is where the pressure is higher there the speed is less and vice versa. മനസ്സിലായില്ലേ? ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.